Hello everyone, welcome to Tokora English presented by Amrita. This channel is specially created for those who want to improve their spoken English. നമ്മളിൽ പലർക്കും ഇംഗ്ലീഷ് മനസ്സിലാകുമെങ്കിലും സംസാരിക്കുമ്പോൾ ഭയം, കൺഫ്യൂഷൻ അല്ലെങ്കിൽ ആത്മവിശ്വാസക്കുറവൊക്കെ ഉണ്ടാകാറുണ്ട്. നമ്മൾ മലയാളത്തിൽ നിന്ന് നേരിട്ട് ഇംഗ്ലീഷിലേക്കാണ് പലപ്പോഴും മാറ്റി പറയുന്നത്. അവിടെയാണ് അധികം തെറ്റുകളും സംഭവിക്കുന്നത്. ഈ ചാനലിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കാവുന്ന ലളിതമായ ഇംഗ്ലീഷ് വാക്യങ്ങളാണ് ഞാൻ പഠിപ്പിക്കുക. ഓരോ വാക്യവും ശരിയായ ഉപയോഗത്തോടെയും എളുപ്പമുള്ള ഉദാഹരണങ്ങളോടെയും വ്യക്തമായി വിശദീകരിക്കും. നിങ്ങൾക്ക് പെർഫെക്റ്റ് ഗ്രാമർ ആവശ്യമില്ല, പകരം ആത്മവിശ്വാസവും പ്രാക്ടീസും മതി. നമ്മൾ സെൻറ്റൻസ് 1ലേക്ക് കിടക്കുകയാണ്. അപ്പോൾ എന്താണ് ഇവിടുത്തെ സിറ്റുവേഷൻ? ആസ്കിങ് സമ്വൺ ടു വെയിറ്റ്. ആരെയെങ്കിലും കാത്തിരിക്കാൻ പറയുമ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് മലയാളം ടു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ എന്താ പറയുക? സിറ്റ് ദെയർ ഒൺലി. പക്ഷേ അത് റോങ് ആണ്. അതിന് പകരം നമ്മൾ എന്താ പറയേണ്ടത്? സിറ്റ് റൈറ്റ് ദെയർ, അവിടെ തന്നെ ഇരിക്കൂ. പ്ലീസ് വെയിറ്റ് ദെയർ, ദയവായി അവിടെ കാത്തിരിക്കൂ. അപ്പം നമ്മളിവിടെ ഒരിക്കലും എന്ത് യൂസ് ചെയ്യില്ല? ഒൺലി യൂസ് ചെയ്യില്ല. പകരം എന്താണ് യൂസ് ചെയ്യുക? റൈറ്റ് അല്ലെങ്കിൽ പ്ലീസ് അല്ലെങ്കിൽ ജസ്റ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, മൂവിങ് ഓൺ ടു സെൻറ്റൻസ് 2. ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണ്? ആസ്കിങ് സമ്വൺ ടു കം ഇമ്മീഡിയറ്റ്ലി. ഉടൻ വരാൻ പറയുമ്പോൾ യു മസ്റ്റ് കം നൗ ഒൺലി എന്നാണ് നമ്മൾ ഡയറക്റ്റായിട്ട് മലയാളം ടു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ചെയ്യുവാണെങ്കിൽ പറയാം. പക്ഷെ അത് റോങ് ആണ്. പകരം എന്താ പറയേണ്ടത്? കം റൈറ്റ് നൗ, ഇപ്പോൾ തന്നെ വരൂ. പ്ലീസ് കം ഇമ്മീഡിയറ്റ്ലി, ദയവായി ഉടൻ വരൂ. ഉടൻ വന്നത് കൊണ്ടിട്ടാണ് ഇമ്മീഡിയറ്റ്ലി വന്നത്. സോ ആ സെൻറ്റൻസ് പ്ലീസ് കം ഇമ്മീഡിയറ്റ്ലി. അപ്പം കം റൈറ്റ് നൗ, ഇപ്പോൾ തന്നെ വരൂ. ഓക്കെ, പ്ലീസ് കം ഇമ്മീഡിയറ്റ്ലി, ദയവായി ഉടൻ വരൂ. I hope you understand. Moving on to sentence 3. ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണ്? ടോക്കിംഗ് അബൌട്ട് ഫിനിഷ് വർക്ക്. ഇപ്പോൾ തന്നെ ജോലി തീർന്നത് പറയുമ്പോൾ നൗ ഓൺലി ഐ ഫിനിഷ് ദ വർക്ക് എന്ന് നമ്മൾ ഡയറക്റ്റ് മലയാളം ടു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ പറയും. പക്ഷേ അത് റോങ് ആണ്. അങ്ങനെ ചെയ്യരുത്. പകരം നമ്മൾ എന്താ പറയേണ്ടത്? ഐ ജസ്റ്റ് ഫിനിഷ് ദ വർക്ക്. ഞാൻ ഇപ്പോഴേ ജോലി തീർത്തു. ഐ ഫിനിഷ് ദ വർക്ക് നൗ. ഇപ്പോൾ ഞാൻ ജോലി തീർത്തു. സോ നമുക്ക് ജസ്റ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നൗ യൂസ് ചെയ്യാം. ദെൻ മൂവിങ് ഓൺ ടു സെൻറ്റൻസ് 4. ഇവിടെ സിറ്റുവേഷൻ എന്താണ്? സേയിങ് യു ആർ ബിസി. തിരക്കിലാണെന്ന് പറയുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ട്രാൻസ്ലേഷൻ, അതായത് മലയാളം ടു ഇംഗ്ലീഷ് ചെയ്യുമ്പോൾ ഐ ആം ഹാവിങ് വർക്ക് എന്ന് പറയും. പകരം നമ്മൾ എന്താ പറയേണ്ടത്? അപ്പം ഐ ആം ഹാവിങ് വർക്ക് എന്ന് വെച്ചാൽ റോങ് ആണ്. ഓക്കെ, പകരം നമ്മൾ ഐ ആം ബിസി, ഞാൻ തിരക്കിലാണ് എന്ന് പറയാം. ഓക്കെ, അതല്ലെങ്കിൽ ഐ ആം ഹാവിങ് സം വർക്ക് എന്ന് പറയാം. സോ നമ്മൾ ഇന്ന് പഠിച്ച സെൻറ്റൻസ് എല്ലാം നിങ്ങൾ ഒന്ന് ഉറക്കെ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, സോ ഈ ഒരു സ്ലൈഡ് നോക്കി നിങ്ങൾ ഉറക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. ഓക്കെ, സോ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാനും കഴിയും. ദിവസവും പ്രാക്ടീസ് ചെയ്താൽ തീർച്ചയായും ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടാകും. നിങ്ങൾ ആത്മവിശ്വാസത്തോടെ ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ ഈ ചാനൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. സോ താങ്ക് യു.